ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ക്ഷമിക്കണം, ഒരുപാട് വൈകി. നാളെ അഷ്ടമി രോഹിണി ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ജന്മാഷ്ടമി ആയിരുന്നല്ലോ നാളെ. അതിൻ്റെ കുറച്ച് സേവനങ്ങളുമായിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ടായിരുന്നു. നമുക്ക് സത്സംഗം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയന്തി. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഖായ ചക്ഷുരോരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമതായ നഗരഗ്രാമതായിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീപാർശ്വഭാനവീ ദേവി ദേവതായ കൃപാബ്ദയെ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിക ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തി ദീനതാരിണി രൂപാനിക വിരുദ്ധസിദ്ധാന്ത ദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംഭൂതേ പാദാംബുജായതേ നമോ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനികവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമോ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗൗരകൃഷ്ണ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്വപാദാം പൂജോ രാധാമദനമോഹനോ ദിവ്യത്വൃന്ദാരണ്യം കൽപദ്രുമദ ശ്രീമദ് രത്നാഗാര സിംഹാസനസ്തു. ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദ ദേവോ പ്രേഷ്ഠാരഭ്യ സേവ്യമാനസ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപ്യ ഗോപിനാഥസ്യസ്തന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. हरे कृष्ण 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 हरे हरे राम राम हरे हरे. मोगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ചർച്ച ആരംഭിക്കാം. നമുക്ക് ക്ഷമിക്കണം, ഇന്ന് കുറച്ച് വൈകി. നാളെ അഷ്ടമി രോഹിണിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. നാളെ പ്രഭുപാദ്ജിയുടെ വ്യാസപൂജയും ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത് ഇന്ന് തന്നെ വരാൻ ശ്രമിക്കുക. ഗുരുവായൂരിൽ വരാൻ പറ്റുന്ന ഭക്തർ. കാരണം നാളെ തന്നെ ചിലപ്പോൾ ഭക്തരെല്ലാവരും ചിലപ്പോൾ രാത്രി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പോകും. രാത്രി 12 മണി വരെയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. അതിനുശേഷം അതിരാവിലെ തന്നെ ചിലപ്പോൾ എല്ലാവർക്കും പോകാൻ ഉള്ള തിരക്ക് കാണും.
അതുകൊണ്ട് എല്ലാവരും കൂടെ നാളെ തന്നെയാണ് പ്രഭുപാദ്ജിയുടെ വ്യാസപൂജ ആഘോഷിക്കുന്നത്. പിന്നെ ദീക്ഷ എടുത്ത ഭക്തർ നിങ്ങളുടെ ദീക്ഷാഗുരുവിൻ്റെയും കൂടെ വ്യാസപൂജയാണ് നാളെ. അതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഇത് നമുക്ക് ശ്രീമദ് ഭാഗവതം ചർച്ച. കംസന്റെ മനസ്സ് മാറുകയാണ്. കംസന് മനസ്സിലായി ദേവിയിൽ നിന്നും ഭഗവാൻ അവതരിച്ചുവെന്നും. കംസനാകെ ഭയപ്പെട്ടിരിക്കുകയാണ്. കംസൻ ദേവകി അമ്മയെടുത്തും വസുദേവരോടും ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ ചുറ്റുമുള്ള മന്ത്രിമാരുടെ വർത്തമാനം കേട്ട് കംസൻ വീണ്ടും എല്ലാവരും ദ്രോഹിക്കാൻ ആരംഭിക്കുകയാണ്. കാരണം കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, നീ ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദേവന്മാർക്ക് എല്ലാവർക്കും നിന്നെ ഭയമാണ്. അന്നേരം പിന്നെ നീ എന്തിനാണ് അവരെ ഇത്രയും ഭയപ്പെടേണ്ടത്? നിന്റെ വില്ലും പിടിച്ച് നീ നിൽക്കുന്ന സമയത്ത് എല്ലാ ദേവന്മാരും ഭയപ്പെടും. ആർക്കും നിന്റെ മുഖത്ത് നോക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല. പിന്നെ നീ എന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നത്? അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് വിഷ്ണുവിൻ്റെയും ദേവന്മാരുടെയും ശക്തികളെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ധാർമ്മിക പ്രവർത്തികളെയും നിർത്തുക, ബ്രാഹ്മണരെ ദ്രോഹിക്കുക, പശുക്കളെ കൊല്ലുക എന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്, അല്ലേ? അപ്പോൾ കംസൻ വിചാരിക്കുന്ന അതോടുകൂടി ഭഗവാന്റെ ശക്തി കുറയുന്നതാണ്. ഭഗവാന്റെ ശക്തി കുറയത്തില്ല, പക്ഷേ ദേവന്മാരുടെ ശക്തി കുറയും. സത്വഗുണം ഇല്ലാതാകുമ്പോൾ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. എന്നാൽ അത് തന്നെയാണ് അസുരന്മാർ എല്ലാവരും കൂടെ ആസൂത്രണം ചെയ്തത്. അങ്ങനെ 10 ദിവസത്തിൻ്റെ ഇടയിൽ ജനിച്ച എല്ലാ കുട്ടികളെയും കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ഇനി അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യശോദാമ്മ പിറ്റേ ദിവസം കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം. ശുകദേവ് ഗോസ്വാമി പറഞ്ഞു, നന്ദമഹാരാജ് പൊതുവേ വളരെ ദാനശീലമുള്ള വ്യക്തിയായിരുന്നു, എല്ലാവരോടും കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ഭഗവാൻ കൃഷ്ണൻ മകനായിട്ട് വന്നപ്പോൾ സന്തോഷത്തിനൊരു സീമയില്ലായിരുന്നു. അന്നേരം ഭഗവാനെ കുളിപ്പിച്ചു, വേണ്ട ജനനത്തോടനുബന്ധിച്ച കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഭഗവാനെ പുതിയ വസ്ത്രമൊക്കെ അണിയിച്ചു, ബ്രാഹ്മണരെല്ലാം ക്ഷണിച്ചു, വേദമന്ത്രങ്ങൾക്ക് ഉരുവിടാൻ തുടങ്ങി. അങ്ങനെ വേദമന്ത്ര ഉച്ചാരണത്തിന് ശേഷം ജനനത്തിനോട് ശേഷമുള്ള ആ ഒരു കർമ്മങ്ങളൊക്കെ, ആ ക്രിയകളൊക്കെ ആരംഭിച്ചു. ശാസ്ത്രമനുസരിച്ച് ദേവന്മാരുടെയും പിതൃക്കളുടെയും ആരാധന ആരംഭിച്ചു. ഇവിടെ പറയുന്നു, നന്ദമഹാരാജ് 20 ലക്ഷം പശുക്കളെയാണ് ദാനമായിട്ട് നൽകിയത്. ആ ഓരോ പശുക്കളും ഏറ്റവും പുതിയ പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി. ഇവിടെ പറയുന്നു 7 കുന്നുകണക്കിന് ധാന്യങ്ങൾ നൽകിയതാണ്. ഒരു വലിയൊരു കുന്നിൻ്റെ വലിപ്പത്തിലുള്ള അത്രത്തോളം ധാന്യങ്ങൾ, അങ്ങനെ 7 കുന്നിൻ്റെ അത്രത്തോളം ധാന്യങ്ങൾ നൽകി. അതുകൂടാതെ രത്നങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ ദാനമായിട്ട് നൽകി. ഇവിടെ ശുകദേവ് ഗോസ്വാമി പറയുന്നു, സമയം മാറുന്നതിനനുസരിച്ച് മണ്ണും വസ്തുവകകളും ശുദ്ധീകരിക്കപ്പെടുന്നു. കുളിക്കുന്നതിലൂടെ ശരീരം ശുദ്ധമാകും. വൃത്തിയാക്കുന്നതിലൂടെ സാധനങ്ങൾ ശുദ്ധമാകും. അതേപോലെ ജനനത്തോടനുബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ജനനം പരിശുദ്ധമാകുന്നു. തപശ്ചര്യ ചെയ്യുന്നതിലൂടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമാകുന്നു. ആരാധന ദാനധർമ്മങ്ങളിലൂടെ നമ്മുടെ കയ്യിലുള്ള വസ്തുവകകൾ പരിശുദ്ധമാകുന്നു. സമാധാനത്തോടുകൂടി ഇരിക്കുന്നതിലൂടെ മനസ്സ് ശുദ്ധമാകുന്നു. ആത്മസാക്ഷാത്കാരത്തിലൂടെ ആത്മാവ് ശുദ്ധമാകുന്നു. എത്ര മനോഹരമാണല്ലേ? എന്നാലോചിച്ച് നോക്കൂ. നമുക്കൊന്നുകൂടെ കേൾക്കാം, അല്ലേ? ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കും. സമയം മാറുന്നതിനനുസരിച്ച് ഭൂമി
വസ്തുവകകൾ ശുദ്ധമാകും. കാലത്തിൻ്റെ പ്രഭാവത്താൽ ആ സ്ഥലത്തിനുള്ള അശുദ്ധികളൊക്കെ പോകും. കുളിക്കുന്നതിലൂടെ ശരീരം ശുദ്ധമാകുന്നു, ഇല്ലേ? ഇനി ഏതെങ്കിലും വസ്തുവകകൾ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുന്നതിലൂടെ അത് ശുദ്ധമാകുന്നു. അതേപോലെ ജനനത്തിനോടനുബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എന്തുപറ്റും? നമ്മുടെ ജനനം പരിശുദ്ധമാകും. അപ്പോൾ ജനനത്തോടനുബന്ധിച്ചുള്ള ആ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? ആ കുട്ടിക്ക് കുറച്ചും കൂടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അങ്ങനെ ആ കുട്ടിക്ക് ഒരു ഇനിയും അനുഗ്രഹങ്ങൾ ഭഗവാന്റെ കിട്ടി ഒരുപാട് ഉയർച്ചയിലേക്ക് ആ കുട്ടിക്ക് പോകാൻ പറ്റും. അതിനുവേണ്ടിയാണ് ജനനത്തോടനുബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള അറിവുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ആ അറിവുകളുള്ളത് വൈഷ്ണവ പരമ്പരയിലുള്ള ആചാര്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ പണ്ടൊക്കെ അത് എല്ലാ വീടുകളിലും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ എല്ലാ ഊഹാപോഹങ്ങളാണ്. ആരെങ്കിലും പറയും ഇത് ചെയ്യൂ. ജനനത്തിൻ്റെ കർമ്മങ്ങളും ശരിയല്ല, മരണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും ശരിയല്ല, ഇതിൻ്റെ ഇടയിലും ഒന്നും ശരിയല്ല. ജനനവും കറക്റ്റല്ല, മരണത്തിൻ്റെ ആ ശേഷക്രിയകളും കറക്റ്റല്ല. ഇതിനെല്ലാം സംസ്കാരങ്ങൾ എന്നാണ് പറയുന്നത്. അന്നേരം നമ്മുടെ ഒരു ജനനം മുതൽ മരണം വരെയുള്ള ആ ക്രിയകൾ കറക്റ്റായിരിക്കണം. പിന്നെ ജീവിത രീതിയും ശരിയല്ല, ജനനമേ ശരിയല്ല, മരണവും ശരിയല്ല, ഇതിൻ്റെ ഇടയിലൊന്നും ശരിയല്ല, അല്ലേ? അങ്ങനെയാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ ഇനി പറയുന്നു തപസ്യ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാഞ്ഞിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. ഇഷ്ടമുണ്ടായിട്ടും ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ അകറ്റി നിർത്തുന്നു. അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ തപസ്യ ചെയ്യുന്നതിലൂടെ എന്ത് പറ്റും? ഇന്ദ്രിയങ്ങൾ ശുദ്ധമാണ്. കാണാൻ പാടില്ലാത്തത് കണ്ണു വെച്ച് കാണരുത്, കാണേണ്ടത് കാണാൻ ശ്രമിക്കുക. അതായത് ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ ആകർഷണം തോന്നാതെ ഭഗവാന്റെ രൂപം വീണ്ടും വീണ്ടും കാണുക. അപ്പം കണ്ണ് ശുദ്ധമാകുന്നു. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാതെ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക. അങ്ങനെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും വെച്ച് തപസ്യ ചെയ്യുമ്പോൾ എന്തു പറ്റും? ഇന്ദ്രിയങ്ങൾ ശുദ്ധമാകും. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, ബ്രാഹ്മണരെ പൂജിക്കുന്നതിലൂടെ എന്തു പറ്റും? നമ്മുടെ വസ്തുവകകൾ പരിശുദ്ധീകരിക്കും. നമ്മുടെ കയ്യിലുള്ള വസ്തുവകൾ, കാശ്, സമ്പത്ത്, അതെല്ലാം ശുദ്ധമാവും. ദാനധർമ്മങ്ങൾ ആർക്ക്? ബ്രാഹ്മണർക്ക്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ആർത്തി ആക്രാന്തം ഇല്ലാതെ ജീവിക്കുന്ന ബ്രാഹ്മണർ. അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു. എന്താണ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ? കാരണം നമ്മൾ കാശുണ്ടാക്കുന്നുണ്ട്, പക്ഷെ ആ കാശിനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും അല്ലെങ്കിൽ എന്ത് പറ്റും? കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാശ് പല പല വ്യക്തികളിൽ നിന്നുമാണ് വരുന്നത്. അവർ ആ കാശുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്തോ, അവർ മനസ്സിൽ ഏങ്ങിയിട്ടായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ പ്രാഗിക്കൊണ്ട്, അങ്ങനെ പല ഇതുണ്ട്. അതൊക്കെ അതിനകത്തിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള അശുദ്ധമായിട്ടുള്ള കാശ് എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിൽ അശുദ്ധ നിമിഷങ്ങൾ കൊണ്ടുവരും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മനസ്സെങ്ങനെയാണ് ശുദ്ധമാകുന്നത്? സംതൃപ്തിയിലൂടെ, സമാധാനത്തിലൂടെ. നമ്മൾ പൊതുവെ പറയുന്നില്ലേ, സമാധാനമില്ല, മനസ്സിനൊരു സമാധാനമില്ല. അന്നേരം മനസ്സിന് സമാധാനം എങ്ങനെയാണ് ലഭിക്കേണ്ടത്? മനസ്സിനെ സമാധാനിപ്പിക്കുക, മനസ്സിനെ സംതൃപ്തനാക്കുക. അതായത് കിട്ടുന്നത് മതി. നമ്മൾ കിട്ടാത്തതിന് വേണ്ടി ഇങ്ങനെ ആക്രാന്തത്തോടു കൂടി ചിന്തിക്കുമ്പോഴാണ് മനസ്സിൻ്റെ സമാധാനം പോകുന്നത്. നമ്മൾ അർഹിക്കാത്തത് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് എന്താണോ ലഭിക്കുന്നത്, അത് വളരെ ചെറുതാണെങ്കിലും ഒരുപാട് കൂടുതലാണെങ്കിലും ഒരേപോലെ മനസ്സിനെ നിർത്താൻ പഠിക്കുക. അപ്പോൾ എന്ത് ലഭിക്കുന്നു അത് ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ മനസ്സ് ശുദ്ധമാകും. എന്നിട്ട് ആത്മസാക്ഷാത്കാരം ലഭിക്കുമ്പോൾ, ഞാൻ ശരീരമല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ, അതായത് കൃഷ്ണാവബോധം, ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ആരാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആത്മാവ് ശുദ്ധമാകുന്നു. ആത്മാവിൻ്റെ ബോധം ശുദ്ധമാകുമ്പോൾ ആത്മാവ് ശുദ്ധമാകും, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു, ബ്രാഹ്മണർ പല പല വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു. അതിലൂടെ ആ ഒരു ചുറ്റുമുള്ള അന്തരീക്ഷം എല്ലാം ശുദ്ധമായി. പുരാണങ്ങളെക്കുറിച്ച് പറയാൻ കഴിവുള്ള വക്താക്കളെല്ലാവരും എന്തു പറഞ്ഞു? പുരാണ ചരിതങ്ങളൊക്കെ പറഞ്ഞു, പാരായണം ചെയ്തു. ഈ ഒരു
രാജപരമ്പരയെക്കുറിച്ച് വർണ്ണിച്ചു. അവരെല്ലാം പല പല വാദ്യ ഉപകരണങ്ങൾ, സംഗീത വിദ്വാൻമാരുണ്ടായിരുന്നു, അവരും പല പല വാദ്യ ഉപകരണങ്ങൾ, ദുന്ദുബി, അതൊക്കെ വായിച്ച് ആ ഒരു സാഹചര്യത്തെ കൂടുതൽ സന്തോഷകരമാക്കി. പിന്നെ വ്രജം അതാണല്ലോ നന്ദമഹാരാജൻ്റെ സ്ഥലം. അവിടെ എല്ലാ വീടുകളും തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, കൊടികളും കൊണ്ടും കവാടങ്ങളെല്ലാം പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു, പല പല പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും മാവില കൊണ്ടും അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കി ശുദ്ധമാക്കി, എല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. പശുക്കൾ, കാളകൾ എല്ലാവരുടെ ദേഹത്തും മഞ്ഞളും എണ്ണയും കൊണ്ട് പുരട്ടിയിരുന്നു, അലങ്കരിച്ചിരുന്നു. പലതരത്തിലുള്ള പല പല രത്നങ്ങൾ കൊണ്ട് അവരെ അലങ്കരിച്ചിരുന്നു. അവരുടെ എല്ലാം തലയിൽ മയിൽപ്പീലി വെച്ചുള്ള ഒരു തൊപ്പി വെച്ചിരുന്നു. അവരുടെ കഴുത്തിലെല്ലാം മാല അണിയിച്ചിരുന്നു. അവർക്കെല്ലാം പട്ടുവസ്ത്രങ്ങൾ അണിയിച്ചിരുന്നു. എന്നിട്ട് പറയുന്ന പരീക്ഷത്തെ ഗോപന്മാരെല്ലാവരും വളരെ സമ്പദ് സമൃദ്ധിയോടുകൂടി വസ്ത്രങ്ങളൊക്കെ ധരിച്ചു, ആഭരണങ്ങളൊക്കെ ധരിച്ചു, പലതരത്തിലുള്ള തലപ്പായൊക്കെ കെട്ടി. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നന്ദമഹാരാജൻ്റെ ഭവനത്തിലെത്തി. ഗോപികമാരെല്ലാവർക്കും വളരെ സന്തോഷമായി, യശോദാമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചല്ലോ എന്ന്. അതുകൊണ്ട് അവർ ആ സന്തോഷത്തിൽ അവർ സ്വയം എല്ലാ വസ്ത്രങ്ങളൊക്കെ അണിയാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പൊതുവെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് നല്ല നല്ല വസ്ത്രങ്ങൾ അണിയാൻ. പക്ഷെ അതിന് പല ഉദ്ദേശവും കാണും. എങ്ങനെയാണോ, ഞാൻ ഏറ്റവും നന്നായിട്ട് കാണപ്പെടണം എന്ന് ഒരു ആഗ്രഹം. അതെന്തിനു വേണ്ടി? എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയും. പക്ഷെ ഇവിടെ ഇവരും നല്ല വസ്ത്രങ്ങൾ അണിയുന്നു. എന്തിനു വേണ്ടി? അവരെ എല്ലാവരും പ്രശംസിക്കാനല്ല, ഇത്രയും നല്ലൊരു സന്തോഷ നിമിഷത്തിൽ നമ്മളെല്ലാവരും ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം അണിയണം എന്നുള്ള ഇത് മനസ്സിലാവുന്നുണ്ടോ? അവരിവിടെ ആ ബോധത്തിന് വ്യത്യാസമുണ്ട്. ഇവർ അവരുടെ ആത്മപ്രശംസയ്ക്കോ അവർ സ്വയം അഹങ്കരിക്കാൻ വേണ്ടിയല്ല ഈ ആർഭാട വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. അവരെന്തിനു വേണ്ടിയാണ് ധരിക്കുന്നത്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു, ആഭരണങ്ങളൊക്കെ ധരിച്ചു, കണ്ണിൽ കൺമഷിയൊക്കെ പുരട്ടി ഗോപികമാർ. എന്നിട്ട് അവരുടെ സുന്ദരമായിട്ടുള്ള മുഖം അതീവ സുന്ദരമായി സിന്ദൂരമൊക്കെ അണിഞ്ഞു. പിന്നെ എല്ലാവരും പല പല ഉപഹാരങ്ങളും കൊണ്ട് യശോദാമ്മയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. അവർ ഒന്നാമതേ അതീവ സുന്ദരികളാണ്. ഇപ്പോൾ അതീവ സുന്ദരമായിട്ട് ഒരുങ്ങിയത് കൊണ്ട് കൂടുതൽ സുന്ദരികളായിട്ട് മാറി എന്ന് ഇവിടെ ശ്രീദേവ ഗോസ്വാമി പറയുന്നു. ഒരു മിനിറ്റ്. അവരുടെ കാതിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കമ്മലുകൾ ധരിച്ചിരുന്നു. വളകൾ, അതിസുന്ദരമായിട്ടുള്ള വളകൾ, പലതരത്തിലുള്ള പല നിറങ്ങളിലുള്ള പട്ടുവസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. എന്നിട്ട് അവർ തലയിൽ ചൂടിയിരുന്ന ആ പൂക്കൾ അതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവിടെ വഴിയിലെല്ലാം പൂക്കളെ കൊണ്ട് നിറഞ്ഞു. അത്രയ്ക്ക് പൂക്കൾ അവർ തലയിൽ അണിഞ്ഞിരുന്നു. അത് അത്രയ്ക്ക് ഗോപികമാരുണ്ടായിരുന്നു. അവരെല്ലാം നന്ദമഹാരാജൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. എന്നിട്ട് അവരുടെ കമ്മൽ ഇങ്ങനെ ആടും. ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവരുടെ കമ്മലുകളും ആഭരണങ്ങളൊക്കെ ആടും. എന്നിട്ട് അതൊക്കെ ഒരു വളരെ എന്തോ ഒരു സംഗീതം കേൾക്കുന്ന പോലെ തോന്നുമായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നെ ഭഗവാൻ കൃഷ്ണന്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭഗവാനല്ലല്ലോ, കുഞ്ഞല്ലേ. അവരെ ഉണ്ണിക്കണ്ണന് എല്ലാവിധ അനുഗ്രഹങ്ങളും അവർ കൊടുത്തു. അവരെല്ലാം പറഞ്ഞു, നീ വ്രജത്തിലെ രാജാവാകട്ടെ, എന്നിട്ട് ഈ വ്രജത്തിലെല്ലാം സംരക്ഷകനാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞൾ, എണ്ണ, വെള്ളമൊക്കെ തൊട്ട് ഭഗവാന്റെ ദേഹത്ത് ഇങ്ങനെ പുരട്ടി. എന്നിട്ട് ജന്മരഹിതനായിട്ടുള്ള, ജനനമില്ലാത്ത ഭഗവാനെ ആ ജന്മത്തോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു, സ്തുതിച്ചു. പിന്നെ സർവ്വവ്യാപിയായ ഭഗവാൻ നന്ദമഹാരാജൻ്റെ ഭവനത്തിലെത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദേവലോകത്തു നിന്നും പല ദേവന്മാരും അപ്സരസ്സുകളും എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. അവർ എല്ലാവരും ആഘോഷിച്ചു. സന്തോഷം കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തൈര് വെച്ച് ഹോളി കളിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും തൈര് എറിയാൻ തുടങ്ങി, പാല്
പാലെടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുകയായിരുന്നു. വെള്ളം ഇത്രയും ഇത്രയും, പക്ഷെ അത്രയും സന്തോഷത്തിലായിരുന്നു. സന്തോഷം കൊണ്ട് അവർ ഭഗവാനെ കണ്ടപ്പോൾ ഉന്മത്ത അവസ്ഥയിലെത്തി. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി, പാല് കോരി ഒഴിക്കാൻ തുടങ്ങി, തൈര്, വെണ്ണ, അതൊക്കെ അവരെല്ലാം ദേഹത്ത് പുരട്ടാൻ തുടങ്ങി. ഈ നമ്മൾ ഹോളിയിൽ നിറം വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുരട്ടുന്ന പോലെ വെണ്ണയും പാലും തൈരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പുരട്ടാൻ തുടങ്ങി. നന്ദമഹാരാജ് ആണെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങൾ ഉപഹാരമായിട്ട് കൊടുത്തു, പശുക്കളെ ദാനമായിട്ട് കൊടുത്തു ഭഗവാന്റെ സന്തോഷത്തിനായിട്ട്. അങ്ങനെ നന്ദമഹാരാജ് ആണെങ്കിൽ, നന്ദമഹാരാജിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭഗവാനല്ലോ, എൻ്റെ കുഞ്ഞാണ്. അന്നേരം ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ ദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഇവിടെ പറയുന്നു വർണ്ണാശ്രമധർമ്മത്തിന് താഴെയുള്ള അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോലും പല പല ദാനധർമ്മങ്ങൾ ചെയ്തു. അന്നേരം നമ്മളൊരിക്കലും ജാതി മതം പറയുന്നതല്ല, പക്ഷേ ജാതി ഒരിക്കലും ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ അവരുടെ പ്രവർത്തിക്കാൻ താഴ്ന്ന കുലങ്ങളനുസരിച്ച് അങ്ങനെയുള്ള ജീവിത രീതി ഫോളോ ചെയ്യുന്നു. അതായത് ശുദ്ധി അശുദ്ധി അതൊന്നും നോക്കാതെ തോന്നുന്ന പോലെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു പ്രജത്തിൽ, ആലോചിച്ചു. പക്ഷെ അവരെയും ബഹുമാനിച്ചിരുന്നു, അവരർഹിക്കുന്ന ബഹുമാനം അവർക്ക് കൊടുത്തിരുന്നു. അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള എല്ലാ ബഹുമാനം അവർക്ക് കൊടുത്തു. ആരെയും അവിടെ തഴഞ്ഞിട്ടില്ല. ഏറ്റവും ഭാഗ്യവതിയായ രോഹിണി അമ്മ, ബലദേവൻ്റെ അമ്മ, അവിടെ നന്ദമഹാരാജ് യശോദാമ്മയും ഏറ്റവും പുതിയ വസ്ത്രം കൊടുത്തു, ആഭരണങ്ങളും കൊടുത്തു. ദേവി രോഹിണിമയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുന്നവരെ എല്ലാം സ്വീകരിക്കുകയായിരുന്നു. ഇവിടെ നോക്കണേ, വസുദേവരില്ല, വസുദേവർ കാരാഗ്രഹത്തിലിരിക്കുക. വസുദേവരുടെ ഭാര്യയാണ് രോഹിണിയമ്മ. പക്ഷെ എന്നിട്ടും രോഹിണിയമ്മ പൊതുവെ ഭർത്താവ് ഇല്ലാതെ അകന്നിരിക്കുമ്പോൾ ഇങ്ങനെ പൊതുവെ ആർഭാടമായിട്ട് വസ്ത്രമൊന്നും ധരിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ രോഹിണിയമ്മ ഉള്ളിൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടും അത് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? ഭഗവാൻ വന്ന സന്തോഷത്തിന്. നമ്മുടെ ഏറ്റവും വലിയ ബന്ധു എന്ന് പറഞ്ഞാൽ ഭഗവാനാണല്ലോ. ആ ഭഗവാനെ മുൻനിർത്തി രോഹിണിയമ്മ എല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പോൾ അന്നേരം ഇവിടെ പറയുന്നു, ശുകദേവ് ഗോസ്വാമി പറയുകയാണ്, ഭഗവാന്റെ ആ വൃന്ദാവനം, വ്രജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ വൈകുണ്ഠമാണ്, പരമോന്നത വൈകുണ്ഠമാണ്. അവിടെ എപ്പോഴും ഐശ്വര്യ ദേവതയുടെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും കാണും. അവിടെ ഒന്നിനും ഒരു കുറവ് വരത്തില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായതോടുകൂടി അവിടുത്തെ ഐശ്വര്യം വർദ്ധിച്ചു. എല്ലായിടത്തും സമൃദ്ധി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. പൊതുവേ വലിയ വലിയ പണക്കാർ പോലും ദാരിദ്ര്യത്തിലാണ്. ചെറിയ, അതായത് പാവപ്പെട്ടവർക്ക് 1000-ൻ്റെ കടമായിരിക്കും, 1000-ങ്ങളുടെ കടമായിരിക്കും, 100-200-100-ൻ്റെ കടമായിരിക്കും. കുറച്ചും കൂടെ ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1000-ൻ്റെയും 1,00,000-ൻ്റെയും കടമായിരിക്കും, അല്ലേ? ഇനി വലിയ പണക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കോടാനുകോടി രൂപയുടെ കടങ്ങളായിരിക്കും. എല്ലാവരും കടത്തിലാണ്. ആരും സമൃദ്ധിയിലല്ല എന്ന് നമ്മൾ മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഇതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും സമൃദ്ധി ലഭിക്കത്തില്ല. ഒരാൾ വലിയ സമൃദ്ധിയിലാണെന്ന് നമ്മൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്? വലിയ വണ്ടിയിൽ പോകുന്നു, വലിയ വീടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. യഥാർത്ഥ സമൃദ്ധി എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാണ്. ഉള്ളതിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടോ, അതാണ് യഥാർത്ഥ സമൃദ്ധി. ആ സമൃദ്ധി നമുക്ക് ലഭിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ ഉള്ളൂ. കാശ് നമ്മുടെ കാണും, പക്ഷേ സമൃദ്ധി ഉണ്ടാവത്തില്ല. അന്നേരം നാരായണനില്ലാതെ ലക്ഷ്മി ഒരിക്കലും ഇരിക്കത്തില്ല. ലക്ഷ്മി കടാക്ഷത്തിലൂടെ നാരായണൻ കടാക്ഷിച്ചെങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയും കടാക്ഷിക്കും. അല്ലാതെ എന്തു പറ്റും? കാശ് കാണും, പക്ഷെ സമാധാനം കാണില്ല. എപ്പോഴും ഓട്ടത്തിലായിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോലും സമയം കാണത്തില്ല. എന്തിനാണ്? പുറമേ നോക്കുമ്പോൾ വലിയ വീടും ബംഗ്ലാവും എന്തു പറഞ്ഞ വാഹനങ്ങളും അതും ഇതൊക്കെ വലിയ ടിപ് ടോപ്പായിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ദിവസം, ഒരു നിമിഷം പോലും സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. നിന്ന് കഴിഞ്ഞാൽ അവർ ഈ ഉണ്ടാക്കിയ ചീട്ടുകൊട്ടാരം, ഇപ്പോൾ ചീട്ടുകൊട്ടാരമാണത്, അതെല്ലാം തകർന്ന് തരിപ്പണമാവും. ഒരു നിമിഷം അവരൊന്നും ചെയ്യാതിരുന്നാൽ മതി. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നു? അതുകൊണ്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പോലും സമയം കാണത്തില്ല. എപ്പോഴും ഓട്ടത്തില്. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാലോ? ഭഗവാന്റെ നാമം ജപിച്ച്
ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്ത് ആ കാശ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കാശെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കണം. പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കാശ് പോകും. കാശ് എപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യണം. അത് ദാനധർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം? അർഹിക്കുന്നവർക്ക് അർഹിക്കേണ്ട രീതിയിൽ അർഹിക്കുന്ന സമയത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും ആ ദാനത്തിന് അനുഗ്രഹം തിരിച്ചു കിട്ടുന്നത്. നമ്മൾ എത്ര കൊടുക്കുന്നോ അതിന് ഇരട്ടി ഇരട്ടി തിരിച്ചു കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ ദാനം ചെയ്യുന്നോ, ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നവരാണെങ്കിൽ ഇനിയും കൊടുക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരും. അല്ല നമ്മൾ പിടിച്ചു വെക്കുന്നവരാണെങ്കിൽ ഉള്ളതും കൂടെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് ദാനത്തിൻ്റെ ഫോർമുല. നമ്മൾ ദാനം അർഹിക്കുന്നവർക്ക് ദാനം കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇനിയും കൊടുക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾ അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ ഉള്ളതും കൂടെ പോകും. കാരണം നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്ത് പറ്റും? ഉള്ളതും കൂടെ നഷ്ടപ്പെടും. കാശ് എന്തായാലും പോവും. നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ വന്നു കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ആ 100 രൂപ അവിടെ ഇരിക്കത്തില്ല. പക്ഷേ എങ്ങനെ ആ 100 രൂപ പുറത്ത് കൊണ്ടുപോകണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റും. അതായത് കാശ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാശ് എങ്ങനെ ചിലവാക്കുന്നു, എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നാണ്. നമ്മൾ നോട്ട് കെട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കും നമ്മുടെ വീട്ടിൽ. പക്ഷേ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, എന്തായാലും പോകും. അതിലെ ഓരോ നോട്ടിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എത്ര കാലം ആ നോട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കണമെന്ന്. അന്നേരം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലവ് അന്വേഷിച്ച് പോകേണ്ട, ചിലവ് ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കടവും ബാധ്യതയും തീർക്കാൻ ചിലവാക്കുന്നോ അതോ ഭഗവാന് വേണ്ടിയും ഭഗവാന്റെ സേവനത്തിൽ ആ രൂപ ഏർപ്പെടുത്തുന്നോ എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതിനും ഭഗവാന്റെ യോഗം വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് 1 രൂപ നമ്മൾ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ കടപ്പെട്ടിരിക്കും. മഹാബലി ചക്രവർത്തി ആ 3 അടി മണ്ണ് കൊടുത്തപ്പോഴത്തേക്ക് ഭഗവാൻ ഇന്നും വാമനമൂർത്തിയായിട്ട് മഹാബലി ചക്രവർത്തിയുടെ കാവൽക്കാരനായിട്ട് ഇടപെടിയിരിക്കുകയാണ്. കാരണം എൻ്റെ ഭക്തൻ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തില്ലേ. ദേവേന്ദ്രന് ആ ത്രിലോകങ്ങളും കൊടുത്തു, സ്വർഗരാജ്യം അതൊക്കെ കൊടുത്തു, ഭൂമണ്ഡലവും ഉപരി ലോകങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ പാതാള ലോകത്ത് പുതിയൊരു സ്വർഗം സുതലം നിർമ്മിച്ച് ഭഗവാൻ അവിടെ മഹാബലി ചക്രവർത്തിയെ സുരക്ഷിതനാക്കി ഇരുത്തി അവിടെ കാവൽക്കാരനായിട്ട് ഇരിക്കുകയാണ്. എന്നാലോചിച്ചു. അതുകൊണ്ട് നമ്മൾ 1 രൂപ ഭഗവാന്റെ കാര്യത്തിന് കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ എന്നെന്നും കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ തോന്നത്തില്ല. കൊടുക്കാനും ഒരു യോഗം വേണം. കാരണം ഭഗവാന് വേണ്ടിയാണ് കൊടുക്കുന്നത്. കാരണം സാധാരണ എത്രയോ അമ്പല കമ്മിറ്റിക്കാരോ അതൊക്കെ കാണും. അതേപോലെയല്ല ഭഗവാന്റെ കാര്യത്തിൽ, ഭഗവാന്റെ സേവനത്തിനും ഒരു 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 പ്രസ്ഥാനത്തിന് വേണ്ടി 1 രൂപ കൊടുക്കാൻ തോന്നുമെന്ന് പറഞ്ഞാൽ അതൊരു യോഗമാണ്. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, പ്രാർത്ഥിക്കണം. ഭഗവാനെ എനിക്ക് കൂടുതൽ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഭഗവാൻ ഇനി അവസരം തരും. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാന്റേതാണ്. നമ്മൾ നമ്മുടേതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഞാനിത് ചെയ്യുന്നു അത് ചെയ്യുന്നു തോന്നുന്നത്. പക്ഷെ നമ്മുടേതായിട്ട് ഒന്നുമില്ല. ഒരു പ്രഭുജി പറയുന്നു, we should give our heart to Krishna. If we cannot give our heart to Krishna, we should give what is in our heart, so that eventually we can give our heart to Krishna. അതായത് നമ്മുടെ ഹൃദയം ഭഗവാന് വേണ്ടി കൊടുക്കണം. നമ്മുടെ ഹൃദയം ഭഗവാന് വേണ്ടി കൊടുക്കാൻ അത്രത്തോളം നമ്മൾ ഭക്തിയിൽ ഉയർന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അത് ഭഗവാന് വേണ്ടി കൊടുക്കണം. അപ്പോൾ എന്തു പറ്റും? ക്രമേണ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ മാറി ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കും. അതാണ് ദാനത്തിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനല്ല, കാശാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കാശ് ഭഗവാന് വേണ്ടി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ആ കാശിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ നിന്ന് പോയി ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ നിറയും. അതിനാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എപ്പോഴും ഓർക്കുക, നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ആത്മാവ് വരുന്ന ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ്. നമ്മൾ തിരിച്ച് ഭഗവാന്റെ ലോകത്ത് പോകണം. നമ്മൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര
ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും, നമ്മൾ ഏത് തരത്തിലുള്ള ജീവജാലങ്ങളാണെങ്കിലും, ഉറുമ്പായാലും ആരായാലും, നമ്മളെല്ലാവരും ശരീരം കൊണ്ട് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കുന്നു. ആണ്, പെണ്ണ്, പട്ടി, പൂച്ച, പല പല സ്ഥലങ്ങളിൽ നമ്മൾ ജനിക്കുന്നു. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്. ഈ ആത്മാവ് എല്ലാം ഭഗവാന്റെ അംശമാണ്. അന്നേരം ആ ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു പോകുക എന്നതാണ് ഒരേപോലെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ ഓരോ ആൾക്കാരും എങ്ങനെ പോകണം എന്ന വഴി വെട്ടിത്തെളിക്കേണ്ടത് അവർ സ്വയമാണ്. ആ ലക്ഷ്യം ഭഗവാൻ തരും, പോകേണ്ട വഴിയും പറഞ്ഞു തരും. പക്ഷെ വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മളാണ്. ചിലർ പണക്കാരായിട്ടായിരിക്കും, അന്നേരം അങ്ങനെ ഭഗവാന്റെ അടുത്ത് പോകുക. ചിലർ പാവപ്പെട്ടവരായിരിക്കും, അപ്പോൾ അങ്ങനെ പോവുക. അന്നേരം എന്തായാലും നമ്മുടെ ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിച്ചേ പറ്റൂ. ഒന്നുകിൽ നമ്മുടെ ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമയം ഭഗവാന് വേണ്ടി നൽകുക. ഇത് ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ആയുഷ്കാലം മുഴുവൻ ഭഗവാന് വേണ്ടി കൊടുക്കുക. അത് നമുക്ക് പറ്റിയില്ല എങ്കിൽ നമ്മുടെ സമയം ഭഗവാന് വേണ്ടി കണ്ടെത്തുക. ഇത് രണ്ടും നമുക്ക് പറ്റത്തില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം കർമ്മത്തിൻ്റെ ഫലം, നമ്മൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ട് എന്താണോ ആ റിസൾട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ റിസൾട്ട് ഭഗവാന് വേണ്ടി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനുള്ള സമയം ഭഗവാൻ തരും. അങ്ങനെ നമ്മുടെ റിസൾട്ടും കൊടുക്കുന്നു, സമയം കൊടുക്കുമ്പോൾ ഭഗവാൻ അടുത്ത് എന്ത് തരും? ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഭഗവാൻ അവസരം തരും. അങ്ങനെയാണ് പോകുന്നത്. ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവസാന നിമിഷം ഭഗവാനെ സ്മരിക്കാൻ പറ്റും. അങ്ങനെ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ലോകത്തേക്ക് പോകും. വെരി സിമ്പിൾ. ഇങ്ങനെയാണ് പ്രോസസ്സ്. പക്ഷേ ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹമില്ല, ഭഗവാന്റെ ലോകത്ത് പോകാൻ ആഗ്രഹമില്ല, ഭഗവാന് വേണ്ടി സമയം കൊടുക്കാൻ ആഗ്രഹമില്ല, ഭഗവാന് വേണ്ടി കർമ്മഫലം കൊടുക്കാനും താല്പര്യമില്ല. അപ്പം പിന്നെ നമുക്ക് എങ്ങനെയാണ് ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റുന്നത്? നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. ഈ ലോകത്ത് വീണ്ടും ജനിക്കേണ്ടി വരും. ഇന്ന് പണക്കാരനായിരിക്കും, നാളെ ദാരിദ്ര്യത്തിൽ കഴിയും. ഇന്ന് ദാരിദ്ര്യത്തിലായിരിക്കും, അടുത്ത ജന്മം ചിലപ്പോൾ പണക്കാരൻ. അത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് സത്പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്തില്ല. ഏറ്റവും വലിയ സത്പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക, ഭഗവാന്റെ നാമം ജപിക്കുക. ഇതൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ അടുത്ത ജന്മം കൊടും ദാരിദ്ര്യത്തിലായിരിക്കും. ഇനി അടുത്ത ജന്മം വീണ്ടും ദാരിദ്ര്യത്തിൽ പോകും. ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പോയി 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 ഇങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പം കുചേലൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന് കൊടുത്തില്ല. അതുകൊണ്ടാണ് പാവം ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ അത് ഒരുപടി അവല് കൊടുത്തപ്പോൾ തന്നെ എന്തായി? എല്ലാ സൗഭാഗ്യങ്ങളും വരികയാണ്. ഇത് നമ്മൾ മനസ്സിലാവും, ഇത് വെറും കഥകളല്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാന് വേണ്ടി, ഭഗവാന്റെ ലോകത്തേക്ക്, മരണശേഷം നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇനി ചില വ്യക്തികൾ പറയാം ആഗ്രഹമൊക്കെ ഉണ്ട് സ്വാമിജി, പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പോൾ ഭഗവാൻ എന്ത് പറയും? നിങ്ങളെയും തിരിച്ച് ഗോലോകത്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ച് ഭഗവാൻ തിരിച്ചു പറയും. നമ്മൾ പറയാം ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പം ഭഗവാനും പറയും ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ? അന്നേരം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കത്തില്ലേ, ശ്രമിക്കത്തില്ലേ? അപ്പോൾ നമുക്ക് ഭഗവാന്റെ ലോകത്ത് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ടുള്ള തീരുമാനമാണെങ്കിൽ, ആഗ്രഹം ശക്തമാണോ തീരുമാനവും ശക്തമായിരിക്കും. ആഗ്രഹം ശക്തമാണെങ്കിൽ തീരുമാനം ശക്തമായിരിക്കും. തീരുമാനം ശക്തമാണെങ്കിൽ നമ്മുടെ ജീവിതം വേറെ പിന്നെ നമ്മളൊന്നും നോക്കത്തില്ല, പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കും. പക്ഷെ എന്നിട്ടും ഉള്ളിൽ നിന്ന് ഇപ്പോഴും അത്ര വിശ്വാസം വന്നിട്ടില്ല ഭഗവാനിലും ഭക്തരിലും. അപ്പോൾ നമ്മൾ എന്ത് സേവനം ചെയ്യും അല്ലേ? ആദ്യത്തെ ഫുൾ ടൈം ജീവിതം മുഴുവൻ ഭഗവാന് വേണ്ടി സമർപ്പിക്കാൻ ഫുൾ ടൈം ക്ഷമിക്കണം, ഇടയ്ക്ക് ഇന്റർനെറ്റ് കട്ടായി. അപ്പോൾ നമുക്ക് ആഗ്രഹം വളരെ സിമ്പിളാണ്. ഭഗവാന്റെ ലോകത്ത് പോകാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം ഭഗവാൻ വേണ്ടി സമർപ്പിക്കണ്ടേ? ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഭഗവാനെ പ്രൂവ് ചെയ്യണ്ടേ? കൃഷ്ണ, അങ്ങേക്ക് വേണ്ടി വരാൻ, അങ്ങയുടെ ലോകത്തേക്ക് വരാൻ ഞാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ഈ ഒരു ജന്മം തന്നെ ഭഗവാൻ വേണ്ടി സമർപ്പിക്കണ്ടേ? അതിനുവേണ്ടി ആഗ്രഹം വേണ്ടേ ശക്തമായിട്ട്? അപ്പോൾ നമുക്ക് അതിനുള്ള ആഗ്രഹം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതം സമർപ്പിക്കാൻ കഴിയില്ല. ആഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ ജീവിതം സമർപ്പിക്കാം. പക്ഷേ ജീവിതം സമർപ്പിക്കത്തക്കവണ്ണം ഉള്ളിൽ അത്രത്തോളം ഭഗവാന്റെ വിശ്വാസമില്ല, ഭഗവാനോട് സ്നേഹമില്ല. എപ്പോഴും ഓർക്കുക, നമുക്ക് എത്രത്തോളം ഭഗവാന്റെ വിശ്വാസമുണ്ടോ, എത്രത്തോളം ഭഗവാന്റെ സ്നേഹമുണ്ടോ, അതിനനുസരിച്ചായിരിക്കും ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഭഗവാനെ നമുക്ക് 100% വിശ്വാസമാണ്, 100% ഹൃദയാംഗതമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ നിമിഷം ഭഗവാന് വേണ്ടി സമർപ്പിക്കും. സത്യമല്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
സത്യമല്ലേ ഞാൻ പറയുന്നത്? അതായത് നമുക്ക് ഭഗവാനോട് 100% വിശ്വാസവും 100% സ്നേഹം ഉണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടിയായിരിക്കും ജീവിക്കുന്നത്. സത്യമല്ലേ? പക്ഷെ അത്രത്തോളം നമുക്ക് വിശ്വാസവും സ്നേഹവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഡെയിലി വീട്ടിലിരുന്നുകൊണ്ട് സർവീസ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഭഗവാന്റെ ആ ഒരു ഭക്ത കൂട്ടായ്മയിൽ വന്ന് വല്ലപ്പോഴൊക്കെ സർവീസ് ചെയ്യും. കാരണം അത്രയ്ക്ക് വിശ്വാസം, അത്രയ്ക്ക് സ്നേഹം ഭഗവാനോട്. ഇനി അത്ര പോലും നമുക്ക് ഭഗവാനോട് വിശ്വാസവും സ്നേഹവും ഇല്ല എങ്കിൽ പിന്നെ എന്ത് പറ്റും? നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമ്മുടെ കർമ്മത്തിന്റെ ഫലം കുറച്ച് ഭഗവാന് വേണ്ടി കൊടുക്കും. അതും എപ്പോഴും ആലോചിക്കുക, ഭഗവാന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നല്ല ഭഗവാൻ നോക്കുന്നത്, എന്ത് ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ്. കുചേലൻ എന്താ ചെയ്തത്? അവല് ഒളിപ്പിച്ചു വെച്ച്, അതാണ് ഭഗവാൻ ആദ്യം തട്ടിപ്പറിച്ചത്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ കർമ്മഫലം പോലും നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? നമുക്ക് എത്രത്തോളം ഭഗവാന്റെ വിശ്വാസമുണ്ടോ, നമുക്ക് എത്രത്തോളം ഭഗവാനോട് സ്നേഹമുണ്ടോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മഫലം പോലും നമ്മൾ ഭഗവാന് കൊടുക്കുന്നത്. അല്ലേ? സത്യമല്ലേ? കാരണം നമ്മുടെ ഉള്ളിലെല്ലാം പേടിയാണ്. ഇപ്പോ മഹാബലി ചക്രവർത്തിക്ക് തന്നെ വലിയ എല്ലാരും വന്നിട്ട് പറഞ്ഞു, എടേ നീ എല്ലാം വിഷ്ണുവിന് കൊടുത്താ നിന്റെ കയ്യിൽ പിന്നെ എന്തുണ്ട് ബാക്കി? ശുക്രാചാര്യർ എന്താ വന്നിട്ട് പറയാ, നീ എല്ലാം ഈ വിഷ്ണുവിന് എഴുതി കൊടുത്താ പിന്നെ നിനക്ക് എന്തുണ്ട് കയ്യില്? ചോദിക്കില്ലേ? ഒരു ഭക്ത പറയുന്നു, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, എല്ലാവർക്കും വിഷ് യു ഓൾ ദ സെയിം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് യഥാർത്ഥ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. ഇൻഡിപെൻഡൻസ് ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ മെറ്റീരിയൽ വേൾഡ് തന്നെ ഏറ്റവും വലിയ നമ്മുടെ യഥാർത്ഥ ലോകമല്ല. വി ബിലോങ് ടു ദ സ്പിരിച്വൽ വേൾഡ്. യഥാർത്ഥ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ കൊടുക്കുന്ന ദാനം പോലും ഇത് എത്രത്തോളം നമുക്ക് ഭഗവാന്റെ വിശ്വാസമുണ്ടോ സ്നേഹമുണ്ടോ അതിനനുസരിച്ചാണ്. ഇപ്പം മഹാബലി ചക്രവർത്തി സർവ്വതും ഭഗവാന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ ഉടനെ ഗുരുവായ ശുക്രാചാര്യ വന്നിട്ട് പറഞ്ഞു, ഏയ് നീ എന്തിനാണ് എല്ലാം ഭഗവാന് വേണ്ടി കൊടുക്കുന്നത്? അവസാനം നിന്റെ കയ്യിൽ എന്തുണ്ട് ബാക്കി? നിന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് കിട്ടും? നിന്റെ പ്രോപ്പർട്ടിയും ആസറ്റ്സും എല്ലാം എഴുതി ഭഗവാന് കൊടുക്കുകയാണ്, വിഷ്ണുവിന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എനിക്കെന്ത് കിട്ടും? ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോ ഉടനെ എന്തുവാ മഹാബലി ചക്രവർത്തി എന്താ പറഞ്ഞത്? അങ്ങ് തന്നെയല്ലേ പഠിപ്പിച്ചത്, സർവ്വതും ഈശ്വരന്റെയാണ്, ആ സാക്ഷാൽ വിഷ്ണുവാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്, അപ്പോൾ പിന്നെ എല്ലാം വിഷ്ണുവിനല്ലേ കൊടുക്കേണ്ടത്? അപ്പോൾ ഉടനെ ഗുരു ശപിക്കുകയാണ്. ഗുരു പറഞ്ഞു, ഏയ് എങ്കിൽ പിന്നെ ഞാനിതാ നിന്നെ ശപിക്കുന്നു, നിന്റെ കയ്യിലുള്ള എല്ലാം നിനക്ക് നഷ്ടപ്പെടും, എല്ലാം നീ തെരുവിലായി പോകും, എല്ലാ ആൾക്കാരും നിന്നെ ത്യജിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഗുരു കള്ളഗുരുവായിരുന്നു. അതുകൊണ്ട് മഹാബലി ചക്രവർത്തി ചെയ്തു എന്ത് പറഞ്ഞു? തലകുനിച്ച് നമസ്കരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഭഗവാന് വേണ്ടി ഇത് കൊടുക്കും. ആലോചിച്ച് നോക്കണം. എല്ലാവരും ഒറ്റപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടും മഹാബലി ചക്രവർത്തി ഭഗവാന് അത് സമർപ്പിക്കുകയാണ്. അപ്പോൾ എന്തായി? ഭഗവാന് ആ വ്യക്തിയോടുള്ള കടപ്പാട് ഒരുപാട് വർദ്ധിച്ചു. ഭഗവാൻ പറഞ്ഞു, അന്നേരം ഭഗവാൻ പറഞ്ഞില്ല, നീ വിഷമിക്കണ്ട, നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി വേറൊരു സ്ഥലം അറേഞ്ച് ചെയ്യുന്നുണ്ട്. മഹാബലിക്ക് പോകാൻ സ്ഥലമില്ല. എവിടെ പോകാനാണ്? ആൾക്കാർ ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. ഇനി മഹാബലി ചക്രവർത്തിയുടെ കയ്യിൽ ഒന്നുമില്ല. സീറോ ബാങ്ക് ബാലൻസ്, സീറോ പ്രോപ്പർട്ടി. കിടക്കാൻ ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല. ത്രിലോകങ്ങളും എഴുതി കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ അത് ദേവേന്ദ്രന്റെ പേരിൽ രജിസ്റ്ററും ചെയ്തു. വീണ്ടും അഗ്രിമെന്റ് എല്ലാം രജിസ്റ്റർ ചെയ്ത് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തു. ഇനി മഹാബലി ചക്രവർത്തിയുടെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സീറോ ബാങ്ക് ബാലൻസ്, സീറോ പ്രോപ്പർട്ടി, സീറോ കോണ്ടാക്ട്സ്. എല്ലാവരും ഓടി, ബന്ധുമിത്രാദികൾ എല്ലാവരും ഓടി, നടു റോഡിലായി.
ഒന്ന് ആലോചിച്ച് നോക്കണം. എപ്പോഴും ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ അത്ര മഹാബലി ചക്രവർത്തി ഇങ്ങനെ ചിന്തിക്കുക, ഇനിയിപ്പോൾ എവിടെ പോകാനാ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു, നീ സുതലത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ സുതലത്തിൽ എല്ലാവിധ സമ്പദ് സമൃദ്ധിയോടുകൂടി ഒരു സ്ഥാനം നൽകുകയാണ്. അപ്പോൾ മഹാബലി ചക്രവർത്തി പറഞ്ഞു, അങ്ങ് എന്ത് പറയുന്നു അതേപോലെ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, അടുത്ത മന്വന്തരത്തിൽ നീ തന്നെയായിരിക്കും ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പോഴും മഹാബലി ചക്രവർത്തി പറഞ്ഞു, അങ്ങ് പറയുന്ന പോലെ. അപ്പോഴും മഹാബലി ചക്രവർത്തി ഒരു ഓക്കെ കുഴപ്പമില്ല, എന്നാലും ഒരു വിഷമമുണ്ട്. എന്താണ് വിഷമം? അത് മഹാബലി ചക്രവർത്തി പറയുന്നു, ദേവേന്ദ്രൻ എൻ്റെ മുമ്പിൽ ഭഗവാനെ ഒരു യാചകനെ പോലെ എന്തിനു പറഞ്ഞയച്ചു? എന്തിനെൻ്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ പറഞ്ഞയച്ചു? ദേവേന്ദ്രൻ ഇതൊക്കെ വേണമെങ്കിൽ ഭഗവാനായിട്ട് തന്നെ എൻ്റെ മുമ്പിൽ ഭഗവാൻ വന്ന് ചോദിച്ചാൽ പോരായിരുന്നു. എന്തിനൊരു യാചകനെ പോലെ ഭഗവാൻ എൻ്റെ മുമ്പിൽ പറഞ്ഞു? ഭഗവാൻ ആരാണ്? എൻ്റെ മുമ്പിൽ വെറും ഒരു യാചകനാക്കിയില്ല ഭഗവാൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു മഹാബലി ചക്രവർത്തി വിഷമം. ആ വിഷമം കൊണ്ട് മഹാബലി ചക്രവർത്തി നേരെ സുതലത്തിൽ പോവുക. ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് ബ്രഹ്മദേവൻ്റെ അടുത്തൊക്കെ എല്ലാം പോയി, എല്ലാം പറഞ്ഞു, എല്ലാം ഇനി പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങളുടേതായി എന്നൊക്കെ പറഞ്ഞ് എല്ലാമായിട്ട് പോവുകയാണ്. അപ്പം ദേവേന്ദ്രൻ ഭഗവാനെ ഇനി എങ്ങോട്ട് പോകുന്നു? അങ്ങനെ മന്വന്തരകാലം മുഴുവൻ നമ്മുടെ കൂട്ടത്തിലില്ലേ? അങ്ങനെ ഇവിടെ നിന്നൂടെ? ഇനി ഇവിടെയല്ലേ അങ്ങ് നിൽക്കേണ്ടത്? ഇനി വൈകുണ്ഠത്തിൽ ഇപ്പോൾ അങ്ങ് പോകുന്നില്ലല്ലോ. അങ്ങ് നമ്മുടെ കൂട്ടത്തിലല്ലേ നിൽക്കേണ്ടത്? അതിഥി ദേവിയുടെ മകനായിട്ടല്ലേ അങ്ങ് വന്നിരിക്കുന്നത്. അപ്പം ഭഗവാൻ പറഞ്ഞു, അല്ല, എനിക്കൊരു കർത്തവ്യമുണ്ട്. അപ്പം എന്താ? മഹാബലി സർവസ്വം എനിക്ക് വേണ്ടി സമർപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ അവൻ്റെ ദാസനാണ്. ഹരേ കൃഷ്ണ. ഭഗവാൻ അങ്ങ് എന്താ ഈ പറയുന്നത്? അതൊരു അസുരനല്ലേ? ആരായാലും ശരി, അവ എനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു. അല്ല ഭഗവാനെ, അവൻ തട്ടിപ്പറിച്ചെടുത്തതാണ്, എന്നിട്ട് അത് നമ്മൾ തിരിച്ചു പിടിച്ചതല്ലേ, ഇപ്പം നമുക്കെല്ലാം കിട്ടിയില്ലേ, പിന്നെന്തിനാണ്? അല്ല, ആള് ഞാൻ ചോദിച്ചുകൊണ്ട് മാത്രം എല്ലാം ത്യജിച്ചു. എല്ലാ ബന്ധുമിത്രാദികളെയും എല്ലാം ത്യജിച്ചിട്ട് സർവ്വതും എനിക്ക് വേണ്ടി സമർപ്പിച്ചു. ഞാനാണെന്ന് അറിഞ്ഞിട്ടാണ് അവ ഇതെല്ലാം ചെയ്തത്. എന്നോടുള്ള സ്നേഹം, എന്നോടുള്ള ഭക്തി, എന്നിലുള്ള വിശ്വാസം, അതാണ് ഞാൻ കാണുന്നത്. അവൻ ഇത്രത്തോളം ഹൃദയാംഗതമായിട്ട് എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഒരു കർത്തവ്യമില്ലേ? ഹരേ കൃഷ്ണ. അപ്പം ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് സുതലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ ഭഗവാൻ വീണ്ടും വന്നിരിക്കുന്നു. എല്ലാവരും വിചാരിച്ചു ഈ സുതലവും കൂടെ പിടിച്ചടക്കാനാണോ വന്നിരിക്കുന്നത്. വാമനമൂർത്തി പുള്ളി വിചാരിച്ചു കാണും, ഭഗവാൻ ഈ ലോകം വേണോ, കൊടുത്തേക്കാം. ഭഗവാൻ എന്ത് പറയുന്നു അതിന് റെഡി എന്ന് പറഞ്ഞ് പുറത്തു വന്ന് ഇങ്ങനെ നിൽക്കുക. ഭഗവാനെ എന്താ അങ്ങേക്ക് വേണ്ടത്? അന്നേരം ഭഗവാൻ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്റെ കൂട്ടത്തിലാണ്. അങ്ങ് എൻ്റെ കൂട്ടത്തിലോ? അതെന്തിനാ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി നീ എല്ലാം ത്യജിച്ചില്ലേ, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിന്റെ കൂട്ടത്തിലാണ്. എനിക്ക് ഭഗവാൻ വരൂ, അകത്ത് വരൂ, ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കാം, അങ്ങാണ് ഇവിടുത്തെ രാജാവ്, ഞാൻ അവിടുത്തെ ദാസൻ അല്ല. ഞാൻ ഇനി മുതൽ നിന്റെ കാവൽക്കാരനാണ്. 4 കവാടത്തിലും ഞാൻ 4 രൂപങ്ങളെടുത്ത് ഇവിടെ കാവലായിട്ട് നിൽക്കും, നിന്നെ സംരക്ഷിക്കാനായിട്ട്. സദാസമയം 24 മണിക്കൂറും ഒരു നിമിഷം പോലും മാറാതെ ഞാൻ ഇനി മുതൽ നിന്റെ കാവൽക്കാരനാണ്. ഹരേ കൃഷ്ണ. നമ്മളിത് പറയുന്നതിൻ്റെ ഇടയിലും ഇപ്പോഴും ഈ നിമിഷവും ഗുരുവായൂരപ്പൻ വാമനമൂർത്തിയായിട്ട് ആ 4 കവാടത്തിലും സുതലത്തിൽ മഹാബലി ചക്രവർത്തിക്ക് കാവൽക്കാരനായിട്ട് നിൽക്കുക, സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുക. ഇതാണ് നമ്മുടെ ഭഗവാൻ. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ തിരിച്ചു കിട്ടും. നമ്മൾ നമ്മുടെ ഹൃദയം കൊടുത്തോ ഹൃദയം തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് എന്താ വേണ്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഭഗവാനെയാണ് വേണ്ടത്. ഭഗവാനെ വേണോ, നമ്മുടെ ഹൃദയം കൊടുത്തേ പറ്റൂ. ഇനി നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഹൃദയം പല വ്യക്തികൾക്കും കൊടുത്തു, അവരെല്ലാം ഹൃദയത്തെ കീറി മുറിച്ചു എന്നുള്ളതാണ്. ഇതുവരെയും നമ്മൾ ഭഗവാന് നമ്മുടെ ഹൃദയം കൊടുത്തിട്ടില്ല. ഈ നിമിഷം പോലും
നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും ഭഗവാന് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിതരായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കൊരു സമാധാനം ഇല്ലാത്തത്, അതുകൊണ്ടാണ് ഒരു സന്തോഷമില്ലാത്തത്, അതുകൊണ്ടാണ് ഒരു സംതൃപ്തി ഇല്ലാത്തത്. മറ്റു പല കാര്യങ്ങൾക്കുമാണ് നമ്മുടെ ഹൃദയം നമ്മൾ സമർപ്പിക്കുന്നത്. ഗീവ് യുവർ ഹാർട്ട് ടു കൃഷ്ണ, then you will see the magic. നിങ്ങളുടെ ഹൃദയം ഭഗവാന് കൊടുക്കൂ. അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു 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 എന്തു പറയുന്നത്, മഹാ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ആ പരമോന്നതനായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ നിങ്ങൾ സ്നേഹിക്കൂ ഹൃദയാംഗതമായിട്ട്. ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് സമർപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ കംപ്ലീറ്റ് സ്നേഹവും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മൾ ഇത്രയും കൊടുത്താൽ അത് ഇത്രയും അത് നമുക്ക് വാങ്ങാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഇത്രയും സ്നേഹം കൊടുക്കുമ്പോൾ അദ്ദേഹം ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അനുഭവമുണ്ട്. ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ എന്നിട്ടും ഭഗവാൻ നമ്മളെ ഇത്രയൊക്കെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ എത്രമാത്രം അദ്ദേഹം നമ്മളെ സ്നേഹിക്കും. ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ വേറൊന്നും കാണാൻ കഴിയില്ല, നമ്മൾക്ക് തടസ്സങ്ങൾ കാണാൻ കഴിയില്ല. ഇപ്പം നമുക്ക് പറയും ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ സ്നേഹത്തെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല പല തടസ്സങ്ങൾ കാണാൻ പറ്റുന്നത്. ഗോപികമാർ കണ്ടില്ലേ, ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ ഒറ്റ ഓട്ടമായിരുന്നു. ആ ഓടക്കുഴൽ നാദത്തിൻ്റെ എവിടുന്ന് ആ ശബ്ദം വരുന്നു അങ്ങോട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അവർക്ക് വേറെ ഇരുട്ടെന്നോ രാത്രി മുള്ള് കാട് ഇതൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവർക്ക് ഒറ്റ ഒരു കാര്യമേ അറിയൂ, ഓടക്കുഴൽ നാദം എവിടുന്ന് വരുന്നു അങ്ങോട്ടേക്ക് ഓടുക. നമുക്ക് ഭൗതികത, ആധ്യാത്മികത ഇതൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ അറിഞ്ഞൂടാ. മായ എന്താണെന്നോ മായ അല്ലാത്തത് എന്താണെന്നോ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ കൃഷ്ണൻ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ്റെ ദിശയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഈ സംസാര സാഗരം വളരെ നിസ്സാരമായിട്ട് നിർത്തും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക ഇതൊന്നും എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തിൽ വീണുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും മനസ്സിലാക്കാൻ എളുപ്പമല്ല. എന്ത് മായയാണ്, എന്ത് മായയല്ല, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഭൗതികത എന്താണ്, ആധ്യാത്മികത എന്താണ്, ശരീരം, ആത്മാവ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, കൃഷ്ണനിൽ ഫോക്കസ് ചെയ്യൂ. ഭഗവാനെ സ്നേഹിക്കൂ, ഭഗവാന് വേണ്ടി ജീവിക്കൂ, ഭഗവാന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കൂ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവാന് വേണ്ടി ജീവൻ കളഞ്ഞും സേവനം ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ നമ്മുടെ സ്വന്തം ജീവനെക്കാട്ടി നമ്മൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ എന്തുമാത്രം നമ്മളെ സ്നേഹിക്കും. അങ്ങനെയുള്ള ഭക്തർക്ക് വേണ്ടിയാണ് ഭഗവാൻ നരസിംഹമായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വരാഹമായിട്ട് വരുന്നത്, കൂർമ്മമായിട്ട് വരുന്നത്, മത്സ്യരൂപം എടുക്കുന്നത്. അങ്ങനെയുള്ള ഭക്തർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് വന്ന് ഉരലിൽ കെട്ടാനും അനുവദിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഒരു കലത്തിൻ്റെ ഉള്ളിൽ അടച്ച് ബന്ദിയായിട്ടിരിക്കാനും ഭഗവാൻ തയ്യാറാവുന്നത്. അങ്ങനെയുള്ള ഭക്തർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഒരു സാരഥിയാകാൻ തയ്യാറാവുന്നത്. അങ്ങനെയുള്ള ഭക്തരുടെ തൃപ്പാദം കഴുകാൻ ഭഗവാൻ തയ്യാറാവുന്നു. അന്നേരം നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണനെയാണോ വേണ്ടത്, അതോ ഭഗവാന്റെ അനുഗ്രഹങ്ങളെയാണോ വേണ്ടത്? നിങ്ങൾക്ക് ഭഗവാനെയാണ് വേണ്ടുന്നതെങ്കിൽ നിങ്ങൾ സർവസ്വവും ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. കാരണം യഥാർത്ഥത്തിൽ എല്ലാം ഭഗവാന്റെ തന്നെയാണ്. എല്ലാം ഭഗവാന്റേതാണ്. നമ്മുടേതാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നത്. പക്ഷെ എല്ലാം ഭഗവാന്റേതാണെങ്കിൽ എല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തേണ്ടതല്ലേ? അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം സിമ്പിൾ. പിന്നെ നമുക്ക് ഗ്രഹദോഷങ്ങളോ ജാതകദോഷങ്ങളോ ഒന്നും ബാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. ഇപ്പം ഗ്രഹദോഷങ്ങളും ജാതകദോഷവും എന്തുകൊണ്ട് ഫലിക്കുന്നു? നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നു. കാരണം പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ ശരണാഗതനായിട്ടില്ല. ഭഗവാൻ പറയുന്നില്ലേ, സർവധർമാൻ പരിത്യജ്യ
മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ സർവ്വതും പരിത്യജിച്ച് എന്നിൽ മാത്രം ശരണാഗതനാകുക. എനിക്ക് വേണ്ടി എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് നീ സേവനങ്ങൾ ചെയ്യൂ. അപ്പോൾ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലേ? അതല്ലേ നമുക്ക് വേണ്ടത്? ആണോ അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ ശരീരത്തെ നിലനിർത്തുക എന്നൊരൊറ്റ ലക്ഷ്യം നമുക്കുള്ളൂ. എന്തിനു വേണ്ടി? ഈ ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ. അത്രയേ ഉള്ളൂ. മരണശേഷം ശരീരം ഉപേക്ഷിച്ച ആത്മാവ് ഭഗവാന്റെ ലോകത്തേക്ക് പോവുക. ഇതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമാണ്. ഇതല്ല നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ ചെറിയ കാര്യം പോലും, ഇത് ചെറിയ കാര്യമല്ല, പക്ഷെ വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ലാതെ ആകുമ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തിയിൽ വലിയ പണക്കാർക്കും വരാം, ദാരിദ്ര്യത്തിൽ കഴിയുന്ന അവർക്കും വരാം, മിഡിൽ ക്ലാസ് ആർക്കും വരാം, കൊച്ചു കുട്ടികൾക്ക് വരാം, വൃദ്ധാവസ്ഥയിലിരിക്കുന്നവർക്ക് വരാം. എല്ലാവർക്കും സ്വാഗതമാണ് ഭഗവാന്റെ ഭക്തിയിൽ. ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല, ലിംഗഭേദമില്ല, ഉച്ചനീചത്വം ഇല്ല. ആർക്കും ഭഗവാന്റെ ഭക്തരാകാൻ പറ്റും. നമ്മൾ തടസ്സങ്ങൾ പറഞ്ഞു, ഇതായതുകൊണ്ടാണ്, അതായതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതൊന്നും ഒരു തടസ്സമല്ല. അതൊക്കെ തടസ്സങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. നമ്മളാണ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഭഗവാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞത് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാമെന്നാണ്. എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കും. ഏത് നിമിഷം വേണമെങ്കിലും. ഈ ജന്മത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല, അടുത്ത ജന്മത്തിൽ ശ്രമിക്കൂ, അടുത്ത ജന്മത്തിൽ ശ്രമിക്കൂ, ഏത് ജന്മത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാം. എൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നാണ് ഗുരുവായൂരപ്പൻ പറയുന്നത്. അതുകൊണ്ട് എത്രയും നേരത്തെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ആ ഒരു തീരുമാനം ആരാണ് എടുക്കേണ്ടത്? നമ്മളാണ് എടുക്കേണ്ടത്. നമ്മളാണ് ലേറ്റാക്കുന്നത്, നമ്മളാണ് നേരത്തെ ആക്കുന്നത്. നമ്മുടെ തീരുമാനം ഭഗവാൻ ഒരിക്കലും നിർബന്ധിക്കത്തില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ പ്രചരണമൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ ചോദിക്കും, ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ഇങ്ങനെ ഭഗവാനെ എന്ന് പറഞ്ഞ് ജീവിക്കാൻ? ശരിയാണ്, ഭഗവാൻ പറഞ്ഞിട്ടില്ല, സത്യമാണ്. ഭഗവാൻ ആരെയും നിർബന്ധിക്കാറില്ല. പക്ഷേ ഭക്തർ നിർബന്ധിക്കും. കാരണം ഭക്തർക്കറിയാം മറ്റാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഭഗവാൻ. കാരണം ഭഗവാൻ ഒരിക്കലും സ്വാർത്ഥനല്ല. അതുകൊണ്ട് ഭഗവാന്റെ കാര്യത്തിൽ ഒരിക്കലും ഭഗവാൻ നിർബന്ധിക്കത്തില്ല. ഭഗവത്ഗീതയും നാമജപത്തെയും കുറിച്ചും പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാണ്? നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സുഖത്തിൽ താല്പര്യമുണ്ടോ? ശരി, മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും വിഷമിപ്പിക്കാതെയും എങ്ങനെ ഈ ലോകത്തിൽ സുഖമായിട്ട് കഴിയാം, ഇനി അടുത്ത ജന്മവും ശ്രേഷ്ഠം എങ്ങനെയാക്കാം, അത് മാത്രമേ ഭഗവാൻ പറഞ്ഞു തരുന്നുള്ളൂ. പരിശുദ്ധ കൃഷ്ണഭക്തിയെക്കുറിച്ച് ഭഗവാൻ വളരെ അപൂർവമായിട്ടേ പറയാറുള്ളൂ. പിന്നെ ഭഗവാൻ സ്വയം രാധാറാണിയുടെ ഭാവത്തിൽ വന്നപ്പോൾ രാധാറാണി ഭക്തയാണ്, ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തയാണ്. അതുകൊണ്ട് ഒരു ഭക്തയുടെ മനസ്സെങ്ങനെയായിരിക്കും? ഞാൻ അനുഭവിക്കുന്ന ആനന്ദം എല്ലാവർക്കും ലഭിക്കണം. അതുകൊണ്ട് ആ രാധാറാണിയുടെ കാരുണ്യമാണ് ചൈതന്യ മഹാപ്രഭുവിലൂടെ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ കൃഷ്ണഭക്തി എന്താണെന്ന് ഈ ഗുരു പരമ്പരയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഭഗവാൻ ആരെയും നിർബന്ധിക്കത്തില്ല, കറക്റ്റാണ്. പക്ഷെ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ആ ഭഗവാനെ നമ്മൾ തിരിച്ചു സ്നേഹിക്കണ്ടേ? അതല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ. ഇത്രയും കാലം നമ്മൾ എന്തൊക്കെയോ ചെയ്തു, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ദിവസം സത്സംഗത്തിൽ വന്ന എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം നമുക്ക് ബാക്കി സത്സംഗം കേൾക്കാം. നാളെ ചിലപ്പോഴേ സത്സംഗം ഉണ്ടാവും. കാരണം എല്ലാം ഇവിടെ ജന്മാഷ്ടമി, പ്രഭുപാദ്ജിയുടെ വ്യാസപൂജ ആഘോഷത്തിൻ്റെ ഇടയിലായിരിക്കും. അതുകൊണ്ട് വിഷമിക്കരുത്. നാളെ രാത്രി 12 മണി വരെ ഇവിടെ ആഘോഷങ്ങളുണ്ട്. പറ്റുന്നവരെല്ലാവരും വരിക കേട്ടോ. എല്ലാവർക്കും ഈ സേവനത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ഈ പ്രചരണ ഇതിനു വേണ്ടി ജന്മാഷ്ടമി അഭിഷേകത്തിനോ എന്തിനു വേണമെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. അത് ഒരിക്കലും കമ്പൽസറി അല്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ, രാധാറാണിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാം.